നമസ്കാരം. ആഗോള എണ്ണ വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്ന ഒപെക് പ്ലസ് കൂട്ടായ്മകളിൽ നിന്ന് UAE പിന്മാറി. മെയ് 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിലൊന്നായ UAEയുടെ ഈ പടിയിറക്കം പതിറ്റാണ്ടുകൾ നീണ്ട ഊർജ്ജ നയതന്ത്രത്തിനാണ് വിരാമമിടുന്നത്. മെയ് 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിലാവുകയെന്ന് UAE ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുത്തതെന്ന് UAE വ്യക്തമാക്കി. രാജ്യത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളും നയപരമായ മാറ്റങ്ങളും കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് UAE ഊർജ്ജ മന്ത്രി സുഹൈൽ അൽ മസ്റൂയി വ്യക്തമാക്കി. വിപണിയിലെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദനത്തിലും വിതരണത്തിലും സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ പിന്മാറ്റം UAE സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെറുമൊരു സാമ്പത്തിക നീക്കത്തിനപ്പുറം മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതകളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ ഇറാന്റെ ഇടപെടലുകളെ തുടർന്നുണ്ടായ സൈനിക നീക്കങ്ങളും യുദ്ധസമാനമായ സാഹചര്യവും എണ്ണ വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ UAEയെ സ്വന്തം നിലയിലുള്ള പ്രതിരോധ സാമ്പത്തിക തന്ത്രങ്ങളിലേക്ക് നയിച്ചു. ഒപെക് നിശ്ചയിക്കുന്ന ഉൽപ്പാദന നിയന്ത്രണങ്ങൾ തങ്ങളുടെ വികസന പദ്ധതികൾക്ക് തടസ്സമാകുന്നുവെന്ന വികാരം നേരത്തെ തന്നെ UAEക്കുണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് UAEയുടെ ഞെട്ടിക്കുന്ന തീരുമാനം. ഉൽപ്പാദന നയവും ഉൽപ്പാദന ശേഷിയും വിലയിരുത്തിയും ദേശീയ താൽപര്യം മുൻനിർത്തിയും തീരുമാനമെടുക്കുന്നുവെന്നാണ് UAE ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയത്. 1967ലാണ് UAE ഒപെക്കിൽ ചേർന്നത്. സൗദി അറേബ്യ, ഇറാഖ് എന്നിവ കഴിഞ്ഞാൽ ഒപെക്കിലെ ഏറ്റവും വലിയ ഉൽപ്പാദക കയറ്റുമതി രാജ്യമാണ് UAE. എണ്ണ ഉൽപ്പാദന നിയന്ത്രണം സംബന്ധിച്ച് ഒപെക്കിനുള്ളിൽ നിലനിന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഒപെക് വിട്ടേക്കുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഒപെക് പ്ലസിലെ തീരുമാനപ്രകാരം UAEക്ക് പ്രതിദിനം 30 ലക്ഷം ബാരൽ വീതം എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കാനാവുക. അതേസമയം 40 ലക്ഷം ബാരലാണ് UAEയുടെ ശേഷി. 2027 ഉൽപ്പാദനം 50 ലക്ഷത്തിലെത്തിക്കുക എന്ന ലക്ഷ്യം UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്കിനുണ്ട്. പെട്രോളിയം നയങ്ങൾ ഏകോപിപ്പിക്കുകയും ഏകീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക്. 1960 രൂപീകൃതമായ കൂട്ടായ്മയിൽ അൾജീരിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാബോൺ, ലിബിയ, നൈജീരിയ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനസ്വേല എന്നീ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നു. എണ്ണ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനും ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനുമായി അംഗരാജ്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ യോഗം ചേരാറുണ്ട്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന്റെ ഏകദേശം 35% രാജ്യങ്ങൾ ചേർന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ ആഗോളതലത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 50% ഇവരുടെ വിഹിതമാണ്. എണ്ണവില ഇടിഞ്ഞതിനെ തുടർന്ന് 2016 ഒപെക് റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് 10 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇതാണ് ഒപെക് പ്ലസ്. ഒപെക്കിന്റെ അമരക്കാരായ സൗദി അറേബ്യയ്ക്ക് UAEയുടെ ഈ നീക്കം വലിയ നയതന്ത്ര ആഘാതമാണ്. ഗൾഫ് മേഖലയിലെ പ്രധാന ശക്തിയായ UAEയുടെ പിന്മാറ്റം സംഘടനയുടെ വിലപേശൽ ശേഷിയെ ബാധിക്കും. 2019 ഖത്തർ പിന്മാറിയതിന് പിന്നാലെ ഇപ്പോൾ UAEയും പുറത്തു കടക്കുന്നത് മറ്റ് അംഗരാജ്യങ്ങളിലും പുനർചിന്തയ്ക്ക് വഴിവെച്ചേക്കാം. നിലവിൽ ഒമാനും ബഹ്റൈനും ഈ സഖ്യത്തിന് പുറത്താണ്. UAE സഖ്യം വിടുന്നതോടെ വിപണിയിൽ എണ്ണ വിതരണം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ എണ്ണവില കുറയാൻ കാരണമായേക്കാം. എന്നാൽ ഒപെക്കിന്റെ ഏകോപനം നഷ്ടപ്പെടുന്നത് വിപണിയിൽ വൻതോതിലുള്ള അസ്ഥിരതയ്ക്കും വിലയിലെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾക്കും ഇടയാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തിലെ 1/5 എണ്ണയും പ്രകൃതിവാതവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ എണ്ണ വിപണിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. വിപണിയിലെ ഈ അസ്ഥിരതയ്ക്കിടയിൽ ഒപെക്കിന്റെ ഏകോപനം ദുർബലപ്പെടുത്തുന്നത് എണ്ണ വിതരണ ശൃംഖലയെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. വരുന്ന മാസങ്ങളിൽ എണ്ണയുടെ കടുത്ത ക്ഷാമം ഉണ്ടായേക്കാമെന്ന് പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സ്വീഡനാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി ആശങ്ക പ്രകടിപ്പിച്ചത്. ജെറ്റ് ഫ്യൂവലിന്റെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്ന് സ്വീഡൻ സാമ്പത്തിക മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഒപെക് പ്ലസ് അംഗങ്ങൾ നാളെ വിയന്നയിൽ യോഗം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം UAE അവസാനമായി പങ്കെടുക്കുന്ന യോഗവുമായിരിക്കും ഇത്.